നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. PV അൻവർ തുറന്നുവിട്ട ഭൂതം പലയിടങ്ങളിലായി പലരുടെയും ഉറക്കം കെടുത്തുകയാണ്. പോലീസിലെ പുഴുക്കുത്തുകളുടേത് മാത്രമല്ല, CPM നേതൃത്വത്തിനും ഇത് വലിയ തലവേദനയാണ്. അൻവറിന്റെ ജനപിന്തുണ ഗ്രാഫിന്റെ ഉയർച്ച കാണാതിരിക്കാൻ CPM-നാവില്ല. അത് ആഭ്യന്തര വകുപ്പിലെ അനീതികൾക്കെതിരെയുള്ള മുഷ്ടിയാണെന്ന് CPM-ന് നല്ലവണ്ണം അറിയാം. ഭരണതലത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണമായതിനാൽ ഇടപെടാതെ കാത്തിരിക്കാനാണ് CPM തീരുമാനം. എഴുതി കൊടുത്ത പരാതിയിൽ പേരില്ലാത്തതിനാൽ P. ശശിയുടെ കാര്യം പരിശോധിക്കുകയേ വേണ്ടെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഈ ആമാന്തം മുതലെടുക്കാൻ പ്രതിപക്ഷം തെരുവിലിറങ്ങിക്കഴിഞ്ഞു. അൻവറെങ്കിൽ അൻവർ എന്നതാണ് അവരുടെ നിലപാട്. എന്തായാലും ചെങ്കൊടി പൂക്കുന്ന ഈ പാർട്ടി സമ്മേളന കാലത്ത് ഈ പ്രതിസന്ധിയെ CPM എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു മാസം കൊണ്ട് എല്ലാം തീരുമോ? സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പങ്കെടുക്കുന്നത് CPM സഹയാത്രികൻ M. ജയചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് റിജുൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ A. സജീവൻ, മുൻ SP ജോർജ് ജോസഫ് എന്നിവരാണ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യം ശ്രീ M. ജയചന്ദ്രനിലേക്കാണ്. PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പുറത്തു വന്ന് കഴിഞ്ഞു. ഇതേ പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്കും നൽകിയത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. 10 പേജുള്ള ആ കത്തിൽ 2 കൊലപാതകവും ADGPയും കസ്റ്റംസും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തുമടക്കം 14 പരാതികളാണുള്ളത്. ഇതെല്ലാം അന്വേഷിച്ച് ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം. ഈ ഒരു മാസം കൊണ്ട് എല്ലാം അന്വേഷിച്ച് തീരുമാനത്തിലെത്താൻ പോലീസിന് സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ശ്രീ ജയചന്ദ്രൻ? നഫല, ഈ നമ്മളുടെ ഒരു കരുതലിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമല്ലല്ലോ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അൻവർ CPM സ്വതന്ത്രനായ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ്. ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അൻവറുമായി സംസാരിച്ച തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കും എന്നല്ല CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ആ നിലപാടല്ല സംസ്ഥാന മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. മറിച്ച് പരാതികൾ പരിശോധിക്കും എന്ന് തന്നെയാണ് നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ്, പരാതി പരിശോധിച്ച തുറന്നുറയുടെ ഭാഗമായിട്ടാണ് ഈ മാസം 2-ാം തീയതി DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്നത്. ആ അന്വേഷണം ഒരു മാസം കൊണ്ട് തീരുമോയെന്ന് ചോദിച്ചാൽ ഒരു മാസം കൊണ്ട് തീരുന്ന അന്വേഷണമല്ലല്ലോ. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് ഈ ഉന്നയിച്ചിരിക്കുന്ന പരാതികളിൽ കഴമ്പുള്ളത്, ഏതൊക്കെ നിലവാരത്തിലാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം അവർക്കുണ്ടാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ തുടർ നടപടികൾ പിന്നീട് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒറ്റ മാസം കൊണ്ട് മുഴുവൻ അന്വേഷണവും അവസാനിപ്പിച്ച് നിങ്ങൾ റിപ്പോർട്ട് തരണം എന്നുള്ള രീതിയിലല്ലോ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതിനെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടതും. അപ്പോൾ ഉന്നതതല സംഘം അന്വേഷിക്കുന്ന പരാതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തിൽ തന്നെ കാര്യങ്ങളെ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് സംബന്ധിച്ച് ഒരു നിലപാട് തീരുമാനിക്കുകയും ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി ഇതിൻ്റെ റിപ്പോർട്ടുമായി സമീപിക്കുക. തുടർന്ന് അനന്തര നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ആ തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. അത് അൻവർ ഉന്നയിച്ച പരാതികളിൽ P. ശശിയുടെ പരാതിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. എഴുതി കിട്ടുന്ന പരാതികളിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ DGPയുടെ സംഘം അന്വേഷിക്കുന്നുമുണ്ട്, എന്താണ് വേണ്ടതെന്നുള്ളത്. പക്ഷേ രേഖാമൂലമുള്ള പരാതി ഇല്ലാതെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അക്കാര്യത്തിൽ പരിശോധന ആവശ്യമില്ല എന്നുള്ളതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയും. രേഖാമൂലമുള്ള പരാതി ഇല്ല എന്നുള്ളത് ശരി. പക്ഷേ P. ശശിക്കെതിരെ നിരന്തരം അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്താ സമ്മേളനത്തിലും അൻവർ വളരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടി അനുഭാവി എന്നുള്ള അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം അദ്ദേഹം വിവരിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ രേഖാമൂലമുള്ള ഒരു പരാതി കിട്ടിയാൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ എന്നുള്ള നിലപാട് എന്ത് നിലപാടാണ് ഇത്? ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി ആയതുകൊണ്ട് അത് സർക്കാർ അന്വേഷിക്കട്ടെ, പാർട്ടിക്ക് അതിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു നിർവാഹമുള്ളൂ എന്ന് ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ഈ P. ശശിക്കെതിരായ ആരോപണം എഴുതി തന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് അന്വേഷിക്കുകയും ചെയ്യുന്നില്ല. അതെന്ത് നിലപാടാണ്? അതെന്ത് നിലപാടാണ് എന്നുള്ളതല്ല, അതെന്ത് നിലപാടാണെന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലല്ലോ. അതെന്ത് നിലപാടാണെന്നുള്ള തീരുമാനിക്കേണ്ടത് ഈ പ്രശ്നം ഉന്നയിച്ച PV അൻവർ MLA തന്നെയാണ്. അക്കാര്യത്തിൽ എന്താ തർക്കമുള്ളത്?
അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ADGPയെ സംബന്ധിച്ച്, SP-യെ സംബന്ധിച്ച്, മറ്റു ചില പോലീസുകാരെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, അൻവർ ചെയ്യുന്നത്. പക്ഷേ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചുള്ള കാര്യം അത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നടപടി എടുത്തോളും എന്ന് കരുതാൻ വയ്യല്ലോ. ഇതൊരു ഈ ഭരണ വ്യവസ്ഥയല്ലേ, ഈ വ്യവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ആരോപണം അൻവർ P ശശിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് തന്നെ പാർട്ടിക്ക് എഴുതി കൊടുക്കുമ്പോൾ അതില്ല. അപ്പോൾ അത്തരൊരു സാഹചര്യത്തിൽ എന്ത് പിന്നെ അന്വേഷണമാണ് താൻ താല്പര്യപ്പെടുന്നതെന്ന് അൻവർ തന്നെയാണ് പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ടായ വിഷയമാണ്. അതിൽ P ശശി ഇടപെട്ടുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അന്നത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാർട്ടി സഖാക്കൾക്കെതിരെ കേസെടുത്തത് എന്ന് അൻവർ വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, ഈ സ്പെസിഫിക് ആരോപണം എഴുതി കൊടുക്കാത്ത എന്താണെന്നേ, അത് എഴുതി കൊടുക്കുന്നതിന് പുള്ളിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഉന്നയിച്ച ആ സ്റ്റാൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ MLA അത് എഴുതി കൊടുക്കേണ്ടതല്ലേ? എഴുതി കൊടുത്താൽ അവിടെ കഴിഞ്ഞില്ലേ? താങ്കൾക്ക് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ വരില്ലല്ലോ. പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനും കഴിയില്ലല്ലോ. ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കഴിയുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല? അതേസമയം ADGPക്കുള്ള എതിരെയുള്ള ആരോപണങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. അത് പാർട്ടി സെക്രട്ടറിക്കും ഉണ്ട്, മുഖ്യമന്ത്രിക്കും ഉണ്ട്. അവർ രണ്ടുപേർക്കും അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? പിന്നെ ഈ പറയപ്പെടാത്ത അർത്ഥമാണല്ലോ വ്യാഖ്യാന ക്ഷമത ഉള്ളത്, അല്ലേ? അൻവർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. ശ്രീ ജയചന്ദ്രൻ തുടരുക. റിജിൽ മാക്കുറ്റിയോട് ആണ് എൻ്റെ അടുത്ത ചോദ്യം. റിജിൽ മാക്കുറ്റി, അൻവർ എന്തുകൊണ്ട് ഈ പരാതി പുറത്തൊന്ന് പറയുകയും അകത്ത് പരാതി കൊടുക്കേണ്ട സമയത്ത് ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? റിജിൽ മാക്കുറ്റി. ശ്രീ നൗഫൽ, യഥാർത്ഥത്തിൽ അൻവർ പിന്നെ പുറത്തുവിട്ട ഭൂതം അത് ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അൻവർ പറഞ്ഞ കാര്യത്തിനപ്പുറത്തേക്ക് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തില്ല, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ല, P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായി എന്നുള്ളതാണ്. ആ അൻവർ തന്നെയാണ് ഈ ശശിക്കെതിരായിട്ടുള്ള കടുത്ത ആരോപണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശശിയെ ഒഴിവാക്കിയത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം അൻവറും കണ്ട ഒരു കൂടിക്കാഴ്ചയുണ്ടല്ലോ, ആ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ണ്ടോ മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ധാരണക്ക് അടിസ്ഥാനത്തിലാവാം മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിക്കും പരാതി കൊടുക്കാഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്ത് ഉണ്ടാകാത്ത ഏറ്റവും വലിയ ദുഷിച്ച് നാറിയ ഒരു സംഭവങ്ങളായി ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭരണ സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ഇത് വളരെ ഗൗരവതരമായി കാണേണ്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒരു ഭരണകക്ഷി MLA ആണ്. ഇപ്പോൾ ഒരു പ്രതിപക്ഷ MLA ഉന്നയിക്കുന്ന ആരോപണത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമാണെന്ന് പറയാം. എന്താണ് അയാളുടെ ഇൻറ്റൻഷൻ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നു. അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും, പല കൊലപാതകങ്ങളും, അതോടൊപ്പം ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ, കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഈ P ശശിമാരുടെ ആളുകളായി നിൽക്കുന്നു എന്നുള്ളതാണ്. P ശശിമാർ വാഴുന്ന കേരളമായി കേരളത്തിലെ പോലീസ് സംവിധാനം മാറുന്നു എന്നുള്ളതാണ്. അവിടെ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, അവിടെ മാഫിയ പ്രവർത്തനമുണ്ട്, അവിടെ ബലാത്സംഗമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള അസന്മാർഗ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ നാട്ടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കഴിഞ്ഞ ആഴ്ച വരെ PV അൻവറിനെ താങ്കൾ അടക്കമുള്ള കോൺഗ്രസിന്റെയും UDF നേതാക്കൾ എങ്ങനെയാണ് വിലയിരുത്തിയതെന്ന് ഈ സമൂഹത്തിന് അറിയാം. PV അൻവർ എന്നാണ് വിശ്വസിക്കാവുന്ന ഒരു പരാതിക്കാരനായി കോൺഗ്രസിന് മാറുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നൊരു കാര്യം, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ADGP ആയിട്ടുള്ള ക്രമസമാധാന ചുമതലയിലുള്ള അജിത് കുമാർ, അയാൾ ഈ കേസ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അവിഹിതമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ? സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണത്തെ സിജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ വിജിലൻസിൻ്റെ ചുമതലയിലുള്ള ആളുകൾ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ ആരോപണം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായി അതും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വലിയ രൂപത്തിൽ ഒരു ഉപജാപക സംഘം ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊരു തെളിവല്ലേ? മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാൻ, ഭാര്യയോടൊപ്പം അനുഗമിക്കാൻ കഴിവുള്ള ഒരാളായി അല്ലെങ്കിൽ അതേ രൂപത്തിലേക്ക് ആ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി ഈ അജിത് കുമാർ മാറിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് DGP ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്.
DGPയെക്കാളും വലിയ സൂപ്പർ പവറായി ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള DGP വെറും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനകത്ത് ഒരു കോൺസ്റ്റബിളിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അയാളാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നത്. ഏത് രൂപത്തിലേക്ക് അന്വേഷണം എത്തും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആരാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ ചോദിച്ചത്, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് PV അൻവർ എന്ന് പറയുന്ന MLA ആണല്ലോ. PV അൻവറിനെതിരെ താങ്കൾ അടക്കമുള്ളവർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നമുക്കറിയാം. ആ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്? അങ്ങനെ ഒരു വിശ്വാസമില്ല. DGP എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പോലീസ് ചീഫിനെ അന്വേഷിക്കാൻ സർക്കാർ എന്തിനാണ് ചുമതലപ്പെടുത്തിയത്? ഒരാരോപണവും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ വെറും കാര്യമാത്ര പ്രസക്തമല്ലാത്ത ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് DGP അന്വേഷിക്കുന്നത്? അപ്പോൾ DGP അന്വേഷിക്കുമ്പോൾ സർക്കാരിൻ്റെ അനുകൂലമായി നിൽക്കുന്ന ഒരു MLA ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായി ആ സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിനെതിരായും അവിടെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായും ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാലോ. ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി? ഒരു അധമനായിട്ടുള്ള പാർട്ടി തന്നെ പുറത്താക്കിയിട്ടുള്ള, പാർട്ടി നടപടിയെടുത്തുള്ള, പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുകയും സ്ത്രീകൾക്കെതിരായി കടന്നാക്രമണം നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു ചുമതലക്കാരനാക്കി മാറ്റുമ്പോൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അയാൾക്ക് നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ അക്കാലത്തെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാലോ. എങ്ങനെയാണ് P. ശശി എന്നുള്ളത്. ആ P. ശശിയെ CPM-ന്റെ എത്രയോ ഉന്നതരായ നേതാക്കന്മാരുണ്ട്, CPM-ന്റെ എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. അവരെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശശി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ് ശശിക്ക് ഈ ഒരു പിണറായി വിജയനോടും അത് പിണറായി വിജയൻ എന്താണ് ശശിക്ക് കാണുന്ന ക്വാളിറ്റി എന്നതിനെ കുറിച്ചുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി ഈ ശശിയെ പോലെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അയാൾ എന്ത് തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണ് എന്ന് അയാൾ മുൻകാലങ്ങൾ ചെയ്ത ചെയ്തികളാണ്. അപ്പൊ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു പറഞ്ഞത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരാണ് ഒരു MLA ഭരണകക്ഷിയെ MLA ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൊതുജന മധ്യത്തിൽ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അൻവറിനെ വിശ്വസിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന അർത്ഥമുണ്ട്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഞങ്ങൾ അൻവർ പറയുന്ന ഒരു കാര്യവും ശരിയല്ല എന്ന് പറയാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞൊരു കാര്യമല്ലേ, അൻവർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനകത്ത് യഥാർത്ഥത്തിൽ അത് സത്യമായി വരികയല്ലേ. തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരം കലക്കാൻ ഞാൻ അവസാനിപ്പിക്കാം. പറയട്ടെ. ആ ഒരു തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് അന്ന് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ്. പ്രത്യേകിച്ച് ആ ആരോപണം വളരെ യാഥാർത്ഥ്യമാകും, സുരേഷ് ഗോപിക്ക് അനുകൂലമായി അത് മാറുകയും ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഡീലിംഗ് ആണ്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചിട്ടുണ്ടല്ലോ, RSSന്റെ ദേശീയ നേതാവിനെ സെക്രട്ടറിയെ പോയി കണ്ടു, ഹോട്ടലിൽ പോയി കണ്ടു. ആര്? അജിത് കുമാർ. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? എന്താണ് അതിന്റെ ഇന്റൻഷൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയല്ല എന്ന് പറയാൻ സാധിക്കില്ല. യാഥാർത്ഥ്യങ്ങൾ അതിനകത്ത് പലതും. തിരിച്ചു വരാം. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ റിജിൽ മാക്കുറ്റിയൊക്കെ പറഞ്ഞതുപോലെ P. ശശിയുടെ ട്രാക്ക് റെക്കോർഡ് മോശമാണെന്നും അദ്ദേഹം ഇപ്പോഴും ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരം ആരോപണങ്ങൾ അയാൾക്കെതിരെ വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി അതിൽ മൗനം വെടിയേണ്ടേ? മുഖ്യമന്ത്രി കൃത്യമായി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതല്ലേ? അല്ല, എന്താണ് റജിൽ മാക്കുറ്റിയെ പോലുള്ള നേതാക്കൾ പറയുന്നതെന്ന് അവർ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിവേഗം മനസ്സിലാവുന്നതേ ഉള്ളൂ. എനിക്കിത് പറയണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ വായിൽ കമ്പിട്ട് കുത്തിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കേരളമെമ്പാടും വർഷങ്ങളോളം ചർച്ച ചെയ്ത കേസാണല്ലോ ഐസ്ക്രീം കേസ്. ആരാണ് പ്രതിസ്ഥാനത്ത്? പിന്നെ അദ്ദേഹം MLA ആയി, മന്ത്രിയായി, MP ആയി, ഇപ്പോൾ MLA-യുമാണ്. ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട്. എന്താണ് കളങ്കിതനായ വ്യക്തിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഏതെങ്കിലും നേതാവ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ ചെയ്യാഞ്ഞത്? എന്നിട്ടാണ് ഇപ്പോൾ ശശി അധമനാണത്രേ. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തു. ശശി ഏതെങ്കിലും കോടതി ശിക്ഷിച്ചോ? എന്തൊക്കെയാണ് പാർട്ടി ചർച്ച ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തീരുമാനിച്ചത് പറയട്ടെന്ന് ഞാൻ റിജിലിൻ്റെ അവസരത്തിൽ ഞാൻ പറയുന്നില്ലല്ലോ.
അപ്പോൾ എൻ്റെ അവസരത്തിൽ താങ്കൾ പറയാതിരിക്കാനുള്ളൊരു മിതത്വമെങ്കിലും കാണിക്കണം. മര്യാദ ഒന്നും ഞാൻ പറയുന്നില്ല, മിതത്വം കാണിക്കുക. അപ്പോൾ പാർട്ടി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി തന്നെയാണല്ലോ അദ്ദേഹത്തെ ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞപ്പോൾ തിരിച്ച് പുനഃപ്രവേശിപ്പിച്ചതും സംസ്ഥാന സമിതിയിൽ അംഗമാക്കിയതും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നാണ്, ഈ മുഖ്യമന്ത്രികൾ ഉൾപ്പെടുന്ന സമിതികൾ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറിന് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് പാർട്ടിയുടെ വിശ്വാസമാണ്, സർക്കാരിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാർട്ടി പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പരിശോധിക്കാതിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ പരിശോധനയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ അൻവറിൻ്റെ ആണല്ലോ ആരോപണങ്ങളുള്ളത് രേഖാമൂലം, അവിടെ എവിടെയും രേഖാമൂലം ഒരാരോപണവും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇല്ല, സംസ്ഥാന സമിതി അംഗമായ ശശിക്കെതിരെ ഇല്ല. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അങ്ങനെ എഴുതി തരാത്ത ആരോപണങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല, പാർട്ടി സംസ്ഥാന സമിതി അംഗത്തെ സംബന്ധിച്ച്. മറ്റേത് ഭരണപരമായി സർക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതവിടെ DGP തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ടീമിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുക അന്വേഷിക്കാനായിട്ട്. ഒരു മാസം പ്രാഥമിക റിപ്പോർട്ട് വരികയും ചെയ്യും. അത്രയും സുതാര്യമായ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ആരോപണം എന്താണ്? രണ്ടാമത്തെ ആരോപണം RSS നേതാവ് ദത്താത്രേയയെ കാണാൻ ADGP പോയി എന്നുള്ളതാണ് അടുത്ത ആരോപണമായിട്ട് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്, പിണറായി വിജയന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിളിച്ചു പോകുന്നതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റും ഈ ചർച്ചയുള്ള റജീൽ മാക്കുറ്റിയൊക്കെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ കാര്യങ്ങളാകെ അദ്ദേഹത്തിന്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണല്ലോ K മുരളീധരൻ, അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയാൽ മതി. തൻ്റെ തോൽവിക്ക് കാരണം കോൺഗ്രസിൽ തന്നെയുള്ള സഹപ്രവർത്തകരാണെന്ന് പരസ്യമായി ആരോപിച്ചാണല്ലോ ഒരു വർഷമായിട്ട് താൻ ഇനി ഒരു വർഷത്തേക്കിനി പ്രവർത്തിക്കുന്നില്ല, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വയനാട്ടിൽ ബൈ ഇലക്ഷൻ വന്നാൽ പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലാതെ ഒന്നിനും താൻ ഇറങ്ങില്ല ഒരു വർഷത്തേക്കിന് പരസ്യമായി പറഞ്ഞിരിക്കുന്ന ആളല്ലേ K മുരളീധരൻ. അദ്ദേഹത്തോട് പറയുക, താങ്കളുടെ തോൽവി ഇങ്ങനൊന്നും അല്ല ഉണ്ടായത്, ഇവിടെ BJP RSSനെ ഉപയോഗിച്ച് ഒരു രഹസ്യധാരണ CPM സർക്കാരുമായിട്ട് ഉണ്ടാക്കിയതാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ തോൽവി സംഭവിച്ചതെന്ന് K മുരളീധരൻ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. അദ്ദേഹം അത് വിശ്വസിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഓക്കെയായി. പക്ഷേ അത് വിശ്വസിക്കുന്നില്ല. K മുരളീധരൻ മാറി നിൽക്കുകയും ചെയ്യുകയാണ്, ഞാൻ ഒരു വർഷത്തേക്കിന് വരത്തില്ല എന്ന് പറയുകയും ചെയ്യുക. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് ശരിയാവുന്നത്? ശ്രീ റജീൽ മാക്കുറ്റി, വിശ്വാസമില്ലാതാവുക. ശ്രീ A സജീവനിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രീ A സജീവൻ, ഇവിടെ ആരോപണങ്ങൾ പുറത്ത് PV അൻവർ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ ആരോപണങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. രേഖാമൂലം വന്ന ആരോപണങ്ങൾ മാത്രമേ പാർട്ടി പരിശോധിക്കുകയുള്ളൂ എന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ P ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണോ പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത്? നൗഫൽ, നമ്മൾ നോക്കേണ്ടത് ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യങ്ങളല്ല നോക്കേണ്ടത്. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, ശശിയെക്കുറിച്ചുള്ള ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് പറഞ്ഞു. നമ്മളിത് പാർട്ടി ശശിയുടെ കാര്യം, ശശിക്കെതിരായിട്ടുള്ള പരാതി കോൾഡ് സ്റ്റോറേജിൽ വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ശശി വെറും പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതിനേക്കാൾ എത്രയോ ഉയർന്ന പദവിയിലുള്ള ആളാണ് EP ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെതിരെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് P ജയരാജൻ ഉന്നയിച്ചൊരു പരാതി, സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച പരാതി, ആ പ്രശ്നത്തെക്കുറിച്ച് അന്ന് പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഗൗരവമുള്ള വിഷയമല്ല, പാർട്ടി അതിനെക്കുറിച്ച് കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. P ജയരാജൻ അല്ല, അതിനുശേഷം EP ജയരാജൻ്റെ എതിരെ അത് ഉയർന്നു വന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം BJP നേതാവ്, BJPയുടെ കേരളത്തിലെ പ്രഭാരി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു എന്നുള്ള, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചുള്ളതാണ്. ഇവിടെ നോക്കുക, അന്നത്തെ പ്രതികരണവും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെന്താണ് തെറ്റ്, BJP നേതാക്കന്മാർ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത് അതിലൊരു തെറ്റുമില്ല, BJP നേതാവുമായിട്ട് കണ്ടു എന്നതിലൊരു തെറ്റുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത് എന്താണ്, പാർട്ടിയുടെ രീതിയിലുള്ള സംഘടനാ രീതിയിലുള്ള ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ വന്നില്ല എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ അതല്ലാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന്. പാർട്ടിയുടെ ഈ അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലും വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ നടപടി ഉണ്ടായിട്ടുണ്ട്, അത് അച്ചടക്ക നടപടിയുടെ ഭാഗം തന്നെയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്
EP ജയരാജൻ ഈ സെക്രട്ടേറിയറ്റിൽ ഇത് പങ്കെടുത്തെങ്കിൽ പോലും സംസ്ഥാന സമിതിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. വീട്ടിനകത്ത് കയറി വാതിലടച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം വ്യക്തമാണ്. ആ നടപടി നമ്മൾ കാണും. അതേപോലെയാണ് ശശിക്കെതിരെ ഇപ്പോൾ രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. അതിന് അൻവർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ രേഖാമൂലം കൊടുത്തിട്ടില്ല. പക്ഷേ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ സംഭവത്തെക്കുറിച്ച് ആദ്യമേ തൻ്റെ അടുത്ത് പരാതിക്കാരനായിട്ട് പരാതി പറയാനും പരാതി തരാനും വേണ്ടിയിട്ട് അൻവർ എത്തുന്നതിന് മുമ്പേ തന്നെ ഗോവിന്ദൻ മാഷയുടെ പ്രതികരണം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, ശശിക്കെതിരെയുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുള്ളതാണ്. അത് പാർട്ടിയുടെ നടപടിയാണ്. മറ്റുള്ള ആളുകളെ എതിരാളികൾക്ക് വടി കൊടുക്കാതെ ക്രമേണ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകണം. അതിന് കൃത്യമായിട്ട് തെളിവ് വേണം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പോലീസ് അന്വേഷണം സ്വാഭാവികമായിട്ടും FIR ഇട്ടിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള അന്വേഷണമല്ല. ഇവിടെ ഉള്ള ഒരു പരാതി പരാതി കിട്ടുന്നതിന് മുമ്പ് പോലും രേഖാമൂലമുള്ള പരാതി കിട്ടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തോ പാർട്ടി സെക്രട്ടറി അടുത്തോ പറയുന്നതിന് മുമ്പേ പരസ്യമായി പറഞ്ഞ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്താണ് കാര്യം, ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ വെറാസിറ്റി പരിശോധിക്കലാണ്. ആ വെറാസിറ്റി പരിശോധിക്കാൻ DGPയെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരും. അത് കലക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാൽ പോലും അതിൻ്റെ കൂടെ വരുന്ന റിപ്പോർട്ടിൽ ശശിക്കെതിരെ പരാമർശമുണ്ട് എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ശശിയെ വെറുതെ വിടാൻ പാർട്ടി തയ്യാറാവില്ല എന്നാണ്. മുൻ SP ജോർജ് ജോസഫിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഒരു പക്ഷേ PV അൻവറിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ 14 പരാതികൾ പറയുന്നുണ്ട്. അതിൽ 2 കൊലപാതകമുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, സ്വർണ്ണക്കടത്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ച കാര്യമുണ്ട്, അങ്ങനെ വിദേശ ബന്ധം, അങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഇത്തരം വളരെ വിശദമായ ഒരു പരാതിയിൽ ഈ 1 മാസം കൊണ്ട് ഈ പറയുന്ന ആളുകളെ, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചുകൊണ്ട് 1 മാസം കൊണ്ട് ഇതെല്ലാം ഒരു പ്രാഥമിക അന്വേഷണം നടത്താനെങ്കിലും സമയം ലഭിക്കുമോ താങ്കളുടെ അനുഭവത്തിൽ? അതിന് സാധ്യതയില്ല. 1 മാസത്തെ അനുഭവം, 1 മാസത്തെ സമയം കൊടുത്തെങ്കിലും അത് ചിലപ്പോൾ 1, 2, 3 മാസം നീണ്ടുപോവാം. കാരണം ഇത് വളരെയധികം ഇതിനകത്തുള്ള മാറ്റർ അന്വേഷിക്കാനുണ്ട് DGPക്ക്. അത് നമ്മൾ ആലോചിക്കുന്ന 2 മർഡർ കേസാണ്. ഒരു മർഡർ കേസ് ഇടവണ്ണയിലെ ആ പയ്യനെ വെടിവെച്ച് കൊന്ന കേസാണ്. അപ്പോൾ ആ അന്വേഷണം പാളിപ്പോയി എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അൻവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. കാരണം ആ പയ്യനെ ഷാൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചുകൊണ്ട് പോയി, അതിനുശേഷം കാണാനില്ല. പിന്നെ വീടിനടുത്തുള്ള ഇടവണ്ണ മലയിൽ അവിടെ വെടിവെച്ച് കൊന്നു. 3 വെടി തലയിലും ഏറ്റിട്ടുണ്ട്. എന്തായാലും ആ പയ്യൻ നേരത്തെ ഒരു ഡ്രഗ്സ് കേസിനകത്ത് പുള്ളിയെ ഇംപ്ലിക്കേറ്റ് ചെയ്തെന്ന് കൂടെ പറയുന്നുണ്ട് നേരത്തെ പോലീസ്. രണ്ടാമത് തൃശ്ശൂരുള്ള അവിടുത്തെ ഒരു ഗോൾഡ് പൊട്ടിക്കൽ കേസിനകത്ത് ഈ പയ്യനെ ഒരാളെ തട്ടിക്കൊണ്ട് പോയി എന്നൊരു കേസ്. 2 കേസുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോയിയാണ്, 10-25 വയസ്സുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കേസിനകത്ത് അതിൻ്റെ മോട്ടീവിലാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ആ ഷാൻ എന്നയാളും ഈ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്താണ് ഈ കൊലപാതകം നടന്നത്. അത് ഷാൻ ഒട്ടും അംഗീകരിച്ചിട്ടുമില്ല. 8 പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും അതിൻ്റെ മോട്ടീവ് പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അതല്ല ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതൊരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു മർഡറാണ്. ഈ പയ്യൻ 2 ആഴ്ച മുമ്പ് പറയുന്ന ഇയാളുടെ കസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. പക്ഷേ ആ മലയിൽ വെച്ച് വെടിയേറ്റ് കിടക്കുന്ന ആളുടെ കയ്യിലുള്ള ആ 2 മൊബൈലും കാണാനില്ല. അപ്പോൾ അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് സുജിത് ദാസും അതുപോലെ ADGPക്കും ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സിമ്പിൾ മോട്ടീവിൽ ആ കേസ് ചാർജ് ചെയ്യും. അതാണ് അൻവർ പറയുന്ന ഒരു കാര്യം. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഇപ്പം പറയുന്ന ആ കേസിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് തീർച്ചയായിട്ടും ഒരു അന്വേഷണം കൃത്യമായിട്ട് വന്നേ പറ്റുള്ളൂ. ആ 8-ാം പ്രതി അയാളുടെ തോക്ക് സംഘടിപ്പിച്ചത് അത് UP-യിലൊരാളാണെങ്കിലും ഈ
ആ തോക്ക് എങ്ങനെ ഇവിടെ വന്നു എന്ന് മനസ്സിലാകുന്നത്. തോക്ക് ഇതുവരെ വീട്ടുകാരോ അവരാരും കണ്ടിട്ടില്ല. അവിടുത്തെ ഒരു പരിശോധനയൊക്കെ നടത്തിയ ശേഷം വിറക് വരെ രണ്ടാമത് കൊണ്ടുപോയി വെച്ചെന്നുള്ള ആരോപണമാണ് PV അൻവർ MLA പറയുന്നത്. അത് വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, അവിടെ മാമി എന്ന ആളെ കാണാതെ പോയി. അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇത്തരം ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഈ കേസസ് ഇത്ര സമയം കൊണ്ട് അന്വേഷിച്ച് തീരില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ഇത്ര വിശദമായിട്ട് പറയുന്നതിൻ്റെ കാരണം. അതൊന്നും ഒരു മാസം കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കില്ല. പക്ഷേ ആ രണ്ടാമത്തെ കേസിനകത്തൊക്കെ ഇവർക്ക് പങ്കുണ്ട്. ആ വിവരങ്ങളൊന്നും അന്വേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനറലായിട്ട് എവിടെയെങ്കിലും പാളിച്ച ഉണ്ടോ എന്നാണ് നോക്കുന്നത്. മറ്റേ ആളെ, രണ്ടാമത്തെ ആളെ മാമിയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ള രീതിയിലാണ് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടത്. അത് 2 സീരിയസ് അലിഗേഷൻ. പിന്നെ സുജിത് ദാസ് അവിടെ സ്വർണം പിടിച്ചെടുക്കുന്ന 156ഓളം കേസുകൾ അത് ലോക്കൽ പോലീസ്, സുജിത് ദാസ് വന്ന ശേഷം അവർ ലോക്കൽ പോലീസിൻ്റെ കിടക്കുകയാണ്. അത് കസ്റ്റംസിനൊന്നും ട്രാൻസ്ഫർ ചെയ്യാതെ കിടപ്പുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അൻവർ പറഞ്ഞത്, ആ പിടിച്ചെടുക്കുന്ന സ്വർണം ഇമ്പ്യൂരിറ്റീസ് ഉള്ള, ചിലപ്പോൾ സൊല്യൂഷനായിട്ടായിരിക്കും, ലിക്വിഡായിട്ടായിരിക്കും. അങ്ങനെയുള്ള സ്വർണം അവിടെ ഉണ്ണി എന്നൊരാളെ പോലീസ് തന്നെ ഇടപാട് ചെയ്തിട്ട് ആ സ്വർണത്തിനകത്ത് ഇമ്പ്യൂരിറ്റി കഴിഞ്ഞ് ഒറിജിനൽ സ്വർണ്ണമാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയ നടക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്ന ഏത് രാജ്യത്താണ് ഇവരൊക്കെ, ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്യുന്നതെന്ന്. ഒരു തൊണ്ടി മുതൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താൻ പാടില്ല. അത് കോടതിയിൽ അതേപടി പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ആരുടെ ഉദ്ദേശത്തിലാണ് ഈ സ്വർണം ഇവർ ഇമ്പ്യൂരിറ്റീസ് മാറ്റി ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് ചില തട്ടിപ്പുകൾ, ചില പ്രയോജനങ്ങൾ ഈ പോലീസിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. പിന്നെ അവിടുത്തെ SP ക്യാമ്പസിലുള്ള മരങ്ങൾ മുറിച്ച് മോഷണം നടത്തി, വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിരിക്കുന്ന ഒരു ബ്രേക്കിംഗ് ഞാൻ കണ്ടു. അവിടെ കുറേ നാളുകളായിട്ട് ലോക്കൽ പോലീസ് ഇരിക്കുന്ന ബെന്നി എന്നയാൾ DYSP, പിന്നെ വിനോദ് എന്ന CA, അതുപോലെ തന്നെ സുജിത് ദാസ് SP ആയിരുന്ന സമയത്ത്. ആ കാര്യം അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നില്ല. അത് പിന്നീട് വന്ന വാർത്തയാണ്. അതിൽ അക്കാര്യം അദ്ദേഹം പരാതിയിൽ പറയുന്നില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഏതായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സ്പെഷ്യൽ എഡിഷനിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ M ജയചന്ദ്രനിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഇന്ന് PV അൻവർ നടത്തിയ വാർത്താസമ്മേളനം ഒരുപക്ഷെ താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ അദ്ദേഹം വാർത്താസമ്മേളനത്തിന് തുടക്കത്തിൽ തന്നെ പറയുന്നത്, നാളെ ഞാൻ DIGക്ക് മുന്നിൽ മൊഴി നൽകാൻ പോവുകയാണ്. ഈ അന്വേഷണം നല്ല രീതിയിൽ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. DIG നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ ഇതുവരെ എൻ്റെ അറിവിൽ ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നാളെ DIGക്ക് മുന്നിൽ പറയാൻ പോകുന്ന മൊഴി അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നാളെ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും ഇന്ന് പറയുന്നത് എന്നാണ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭരണപക്ഷ MLA സംശയിക്കുന്നുണ്ടെങ്കിൽ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലേ? അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, ഭരണകക്ഷി എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ കാണേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നൗഫൽ. കാരണം പിന്നെ നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം MLAയുടെ റാങ്ക് ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ്. റൂൾ ബുക്ക് പ്രകാരം പറഞ്ഞാൽ പിന്നെ ചീഫ് സെക്രട്ടറിയെ കാണാൻ MLA ചെല്ലുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം എന്നാണ് ചട്ടം. അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് MLA തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ ഹാഫ് ഡോർ വരെ ചെന്ന് യാത്രയാക്കണം, അതും ചട്ടത്തിലുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുമെന്ന് ആരും പറയില്ലല്ലോ, താങ്കളൊട്ടും പറയില്ലല്ലോ. നമ്മളിതൊക്കെ കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നവരല്ലേ. അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. മന്ത്രിമാർക്ക് മാത്രമാണ് പരിഗണനയൊക്കെ കൊടുക്കാറുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അത് നിലനിൽക്കുന്ന ഒരു രീതിയാണ് അവരുടെ. അപ്പോൾ ബ്യൂറോക്രാറ്റിക് ഹൈപ്പ് പലതരത്തിൽ സമൂഹത്തിൽ എല്ലാ തലങ്ങളും പിടിമുറുക്കിയ കാര്യമൊക്കെ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ പിന്നെ അൻവറിന് അത്തരത്തിലുള്ള ആശങ്കകൾ ഇല്ല എന്നും പറയാൻ കഴിയില്ല. ഭരണകക്ഷി MLA ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആശങ്കകൾ പലതരത്തിലുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനും കാര്യങ്ങൾ പുറത്തു പറയാൻ, പരസ്യമായി പറയാൻ തയ്യാറാവുന്നത്, എന്നിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ആ ആശങ്കകളുടെ ഭാഗം തന്നെയാണ് അദ്ദേഹം ഇന്നും ഉന്നയിക്കുന്നത്.
അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പരാതി കൃത്യമായി എഴുതി കൊടുത്ത പരാതിയിൽപ്പെടുന്നതാണ് നാളത്തെ ഈ മൊഴികൊടുപ്പൊക്കെ. അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം. അതാണ് താല്പര്യം. ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ DGPയുടെ സംഘത്തെ അന്വേഷണത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ കാര്യത്തിൽ അദ്ദേഹം വീണ്ടും ഒന്ന് പരസ്യമായി പറഞ്ഞ് ഉറപ്പിക്കുകയാണ് തൻ്റെ നാളെ മൊഴി കൊടുക്കാൻ പോകുന്ന നടപടികൾക്ക് ഒരു തുടർച്ച ഉണ്ടാവണം. നടപടി എന്നുള്ള നിലയിൽ DGPയുടെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ച ഉണ്ടാവണം, തീരുമാനങ്ങളും നിലപാടുകളും നടപടികളും ഉണ്ടാവണമെന്ന കാര്യം ആവർത്തിച്ച് ഉറപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു ഈ വലിയ ഭയാശങ്കകൾ അൻവറിൻ്റെ ആ ഒരു പറച്ചിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ എനിക്ക് തോന്നിയില്ല. പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ പറയുന്നതിന് മുമ്പ് വാർത്താ സമ്മേളനം നടത്തുക എന്നുള്ളത് അൻവറിൻ്റെ ഒരു രീതിയായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ശ്രീ റിജിൽ മാക്കുറ്റി, പി ശശി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ചോര വീഴുന്നുണ്ട് പ്രക്ഷോഭങ്ങളിലൊക്കെ. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശം കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വരെ ഇത്തരം ആരോപണങ്ങളുമായി കോൺഗ്രസ് വനിതാ നേതാവ് രംഗത്ത് വരികയുണ്ടായി. പക്ഷേ നടപടി ഉണ്ടായില്ല, അവരെ പുറത്താക്കുകയാണ് പകരം ചെയ്തത്. തീർച്ചയായും ശ്രീ നൗഫൽ, അതിനകത്ത് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരായി ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അവരെന്താണ് ആരോപണം ഉന്നയിച്ചത്? ഒരു പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരാൻ എല്ലാ സൗഭാഗ്യങ്ങളും പാർട്ടിക്കകത്ത് അനുഭവിച്ച് നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അനാവശ്യമായി പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെതിരായി ഒരു തെളിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോയാൽ സംഘടനാപരമായിട്ടുള്ള നടപടി, അവരേതെങ്കിലും തരത്തിൽ ആ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവർ പരാതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തും കാര്യങ്ങൾ ചെയ്തിട്ടല്ലോ. അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആരെങ്കിലും ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമോ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആ രൂപത്തിലേക്ക് ഓരോ ആൾക്ക് കഴിവിനനുസരിച്ച് അവരുടെ കഴിവിനേക്കാൾ ഏറെ സ്ഥാനങ്ങൾ ഈ പാർട്ടിക്കകത്ത് ലഭിച്ച ഒരാളാണ് ഈ പറഞ്ഞു പോയ വ്യക്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല. ഞങ്ങൾ ഇത്രയും വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനെതിരായും അതോടൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ വരികയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിനകത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ശിവശങ്കർ ജയിലിൽ കടന്നിരിക്കുന്നു. അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രത്തിൽ വല്ല സ്വാധീനമുള്ളത് കൊണ്ടും നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഡീലിംഗ് ഉള്ളതുകൊണ്ടും മാത്രമാണ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയായി നിൽക്കുന്നത്. അരവിന്ദ് കേജ്രിവാളിനും അതോടൊപ്പം തന്നെ മറ്റ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി സോറനും ഇല്ലാത്തൊരു ഇമ്മ്യൂണിറ്റി പിണറായി വിജയന് തീർച്ചയായും നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയെ കാണാൻ അദ്ദേഹം പോയതും അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ തൃശ്ശൂരിലെ സീറ്റൊക്കെ കിട്ടിയതിൻ്റെ പിറകിലെ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ BJPയുടെ വളരെ പ്രധാനമന്ത്രിയുടെ BJP നേതൃത്വത്തിൻ്റെ പിന്തുണ കിട്ടുന്നു. അതോടൊപ്പം തന്നെ EP ജയരാജൻ ഇപ്പോൾ പറഞ്ഞു നടപടിയെടുത്തു എന്ന്. EP ജയരാജൻ ഇന്നും റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട ബിസിനസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്തോ? അതിനെ തള്ളി പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ, BJPയുടെ ദേശീയ കേന്ദ്രമന്ത്രിയുമായി ബിസിനസ് ഡീലുള്ള ഒരാൾക്കെതിരായി നടപടിയെടുത്തില്ല. ഇപ്പോൾ LDFൻ്റെ കൺവീനർ എന്ന് മാറ്റി LDF കൺവീനറായി കുറേ കാലമായി, പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷുമായി ബന്ധപ്പെട്ടുള്ള മൂപ്പളമ തർക്കത്തിൻ്റെ ഭാഗമായി പാർട്ടി സെക്രട്ടറി സ്ഥാനം ആഗ്രഹിച്ച EP ജയരാജന് കിട്ടാത്തതിൻ്റെ പേരിൽ അയാൾ അതൊന്നും ചെയ്യാതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടിക്കകത്ത് LDFൻ്റെ ഘടകകക്ഷികൾ തന്നെ വിമർശനം ഉന്നയിച്ചപ്പോൾ അയാളത് മാറിയത് കൊണ്ടല്ലോ. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇന്ന് നിൽക്കുന്ന ആൾ ഇന്നും BJP നേതാവുമായി എന്തുണ്ട് ബന്ധമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഫാസിസത്തെ എതിരെ പോരാടാൻ ഞങ്ങളാണ് എന്നുള്ള വലിയ മുദ്രാവാക്യമാണ് സഹാക്കന്മാർ പറയാറ്. പക്ഷേ അതൊക്കെ പൊട്ടിപ്പാളീസായിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി. ഫാസിസത്തെ തോൽപ്പിക്കാൻ ഞങ്ങളല്ല എന്നും ഫാസിസത്തെ അനുകൂലിക്കുന്നവരാണ് ഞങ്ങളെന്നും വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപജയമാണ്. ഇപ്പോൾ റെഡ് ആർമിമാർ, പ്രത്യേകിച്ച് പല ആളുകൾ ഇന്ന് തള്ളി പറഞ്ഞെങ്കിൽ പോലും ആ റെഡ് ആർമിമാർ എന്നൊക്കെ പുറത്തു വരുന്നത് ഇതുപോലുള്ള ആളുകളെ പാർട്ടിക്കകത്ത് പുറത്താക്കി ശുദ്ധീകരണം നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഈ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായി സാധാരണക്കാരായ പാർട്ടി സജീവൻ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷ നേതാവ് തിരിച്ചു വരാം. റിജിൽ സമയക്കുറവുണ്ട്, ഓണക്കാലമാണ്, പരസ്യം കൂടുതലാണ്, തിരിച്ചു വരാം, ശ്രമിക്കാം തിരിച്ചു വരാൻ. ശ്രീ A സജീവൻ, വളരെ പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും അതിനു മുമ്പ് PV അൻവറും ഒക്കെ ഉന്നയിച്ചിരുന്നു. ADGPയുടെ RSS ബന്ധത്തെക്കുറിച്ചായിരുന്നു ആരോപണം.
ഇന്ന് എം വി ഗോവിന്ദൻ അതിന് മറുപടി പറഞ്ഞത് ADGPയും RSSും ഒക്കെ ചർച്ച നടത്തിയ കാര്യം ഞങ്ങൾ അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, പാർട്ടിക്ക് ഇതിലൊരു ബന്ധവുമില്ല, മുഖ്യമന്ത്രിക്ക് ഇതിലൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ഒഴിയാൻ പറ്റിയ ഒരു വിഷയമാണോ ഇത്? അല്ല, അത് പാർട്ടി അദ്ദേഹം പറയുന്ന സാങ്കേതികമായിട്ട് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. കാരണം പാർട്ടിയുടെ അറിവോട് കൂടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടില്ല, അൻവറും ഉന്നയിച്ചിട്ടില്ല. അൻവർ പാർട്ടിയുടെ എന്നും പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ അറിവോടെ നിന്നില്ല. ഇദ്ദേഹം അങ്ങനെ BJP നേതാവുമായിട്ട് ചർച്ച നടത്തിയുള്ള കാര്യമാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പോയതെന്നുള്ളതാണ്. അത് പാർട്ടിയുടെ നേരെ വരുന്നൊരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അതുമായി ബന്ധമില്ല എന്ന് മാത്രമേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്തായാലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ പക്ഷേ ഈ ആരോപണം സ്വാഭാവികമായിട്ടും ADGP എന്ത് കാര്യത്തിനാണ് ഈ BJP നേതാവ് ദത്താത്രേയെ കണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ഈ അൻവർ ഉന്നയിച്ച പരാതിയിലുണ്ട്. അൻവർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിലുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തതിലുണ്ട്. അതിനേക്കാളൊക്കെ പുറത്ത് ആദ്യം കൊടുത്തത് DGPക്ക് കൊടുത്ത പരാതിയിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് DGPയുടെ അന്വേഷണ സംഘം അതുകൂടി അന്വേഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ ഇനി വേറെ ആരെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തിന് കണ്ടു എന്നൊരു ചോദ്യം വരുമ്പോൾ ADGPക്ക് പറയേണ്ടി വരുമല്ലോ. ഞാൻ തനിച്ച് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണെന്നോ, വെറുതെ പോയതാണെന്നോ, ഇനി അതെല്ലാം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് ഇന്ന ദൗത്യം നിറവേറ്റാൻ പോയതാണ് എന്നോ അദ്ദേഹം പറയേണ്ടി വരും. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ രാഷ്ട്രീയമായിട്ട് ഈ MV ഗോവിന്ദൻ മാഷക്ക് പറയാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പാർട്ടിക്ക് ഇതിന് പങ്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറയാൻ പറ്റുമോ? അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഈ തൻ്റെ ആരോപണം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഏറ്റവും ഒടുവിലായി ഞാൻ ജോർജ് ജോസഫിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, എനിക്ക് ചോദിക്കാനുള്ള, താങ്കൾ കുറച്ചു കാലം SP ആയിട്ടൊക്കെ നിന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ ഭരണതലത്തിൽ നിന്നുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നവരാണോ പോലീസ് ഉദ്യോഗസ്ഥർ? അല്ലെങ്കിൽ ഈ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള ശക്തി ഇപ്പോഴത്തെ പോലീസിനുണ്ടോ? അതുണ്ട്. സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകില്ല. അവരവരുടെ ജോലി ചെയ്ത് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഭരിക്കുന്ന പാർട്ടിയുടെ ദാസ്യസേവ ചെയ്തവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും പരിക്കേറ്റതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ, കരുണാകരൻ്റെ കാലഘട്ടത്തിൽ അവിടെ രാജൻ കേസുണ്ടായി, നക്സൽ റയീസിൻ്റെ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ജയിൽ ശിക്ഷ പലർക്ക് കിട്ടി, അവർക്കെതിരായിട്ട് കേസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിന് ഈ ADGPയെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കിംഗ് ആളാണ്. വയനാട്ടിലെ ഇഷ്യൂസ് ആ തുടക്കം മുതൽ അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചോണം അദ്ദേഹത്തിൻ്റെ ആ ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് കവ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ചില ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വളരെ മെച്ചപ്പെട്ടതായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ മടിക്കുന്നത്. കാരണം അപ്പം ഞാൻ ഇപ്പം പറയുന്നത് അതില്ല, ഈ അദ്ദേഹത്തിന്റെ കീഴിലുള്ളവർ തന്നെയാണ് ഈ കേസ് ചോദ്യം കൂടി ആ കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഒരു അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നേരിടുക എന്നുള്ള രീതി മുമ്പുണ്ടായിട്ടുണ്ടോ? ഇനി ഇപ്പോഴത് ഉണ്ടാകുന്നത് നല്ലതാണോ? ഇല്ല, മുമ്പും ഇതുപോലെ മാറ്റി നിർത്തിയിട്ടില്ല, പലരെയും മാറ്റി നിർത്തിയിട്ടില്ല. ആരോപണം വളരെ ശക്തമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അവരവിടെ അതൊരു ആരോപണം വന്ന് അത് പ്രൂണാണെങ്കിൽ മാത്രമേ മാറ്റി നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സൗത്തിലും നോർത്തിലും 2 ADGPമാരെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. സൗത്തിലെ ഈ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ഈ ഇത് DGP അവിടെ നിർത്തിക്കോട്ടെ, നോർത്തിൽ വേറൊരു ഒരാളെ, അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ DGPയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആൾക്കാരാണ് അന്വേഷിക്കുന്നത്. ആ റിപ്പോർട്ട് മുഴുവൻ ഇദ്ദേഹം കാണും. ആ പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. കാരണം അത് DGPക്ക് അറിയാം, അവിടെ റിപ്പോർട്ട് ചെയ്യുക, അവർ കണ്ടെടുത്തുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പോയി റിപ്പോർട്ട് ചെയ്യുക. എന്തായാലും വളരെ സീരിയസ് ആയ ഒരു അലിഗേഷൻസ് ആണ് അൻവർ ഉയർത്തിയിരിക്കുന്നുള്ള കാര്യം. പിന്നെ ജെഫ്രി എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കസ്റ്റോഡിയലിലെത്ത് അൻസാഫ്, അതൊക്കെ 100 പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റിന് ഇഗ്നോർ ചെയ്യാൻ കഴിയത്തില്ല. അത് അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒരിക്കലും
സർക്കാരിന് അത് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം ജയചന്ദ്രൻ, റിജുൽ മാക്കുറ്റി, എ സജീവൻ, ജോ ജോസഫ്.